ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ് ഇന്നലെ ഡൽഹിയിൽ നടന്ന മീറ്റിംഗിലും അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം കേരളം തന്നെയാണ്. എന്താണ് കേരളത്തോട് ഇങ്ങനെ ഇത്രമാത്രം? കാരണം കേരളത്തോടനുബന്ധിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ജില്ലകൾ സംസ്ഥാനങ്ങളുണ്ടല്ലോ. തമിഴ്നാടുണ്ട്, പഞ്ചാബൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോയിട്ടും അവർ മുട്ടിന് കേരളം തന്നെ പിടിക്കുകയാണ്. ബോംബെ, ഞാൻ പറഞ്ഞല്ലോ, മഹാരാഷ്ട്രയിൽ 10-50 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ബാൽ താക്കറയെ എടുത്ത് ദൂരെ എറിഞ്ഞുകൊണ്ട് ഷിൻഡെയും അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗവും ഫട്നാവിസ് വിഭാഗവും കൂടി ബി.ജെ.പിക്കാർ ഒരുപാട് മുനിസിപ്പാലിറ്റികൾ അടിച്ച് കയറിയപ്പോൾ അതുപോലും ദേശീയ വാർത്തയിൽ വന്നു എന്നുള്ളതല്ലാതെ അന്നത്തെ ദിവസം മോഡി ട്വീറ്റ് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള പിന്നെ അവരത് ഓണപ്പ് ചെയ്തിട്ടില്ല. അതിനേക്കാൾ ആവേശത്തോടു കൂടിയാണ് 101 സീറ്റുള്ള ഒരു നഗരസഭയിൽ 50 സീറ്റ് പിടിച്ചതിനെ അവർ ആഘോഷിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ഈ സമയമൊക്കെ ആകുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുകയാണ്. 10-25,000 ആളുകളാണ് സൗത്ത് കേരളയിൽ നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന് വരാൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് 25,000-ലധികം പ്രവർത്തകരാണ് നാളെ തിരുവനന്തപുരത്ത് വരുന്നത്. വലിയ ട്രാഫിക് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഒരുക്കങ്ങളും ഒക്കെ ക്രമീകരണമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് വരുമ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന കുറേ പദ്ധതികളെക്കുറിച്ചുള്ള ന്യൂസുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സമ്പൂർണ്ണമായി എല്ലാം പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും അറിയുന്നിടത്തോളം കുറേ അധികം കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ഒന്നാമത്, ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ തിക്നെസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺജങ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോജക്റ്റുകളെ കുറിച്ച് ആലോചിക്കുന്നു. പക്ഷെ അതിൽ രണ്ടുണ്ട്. ഇരട്ട പരിപാടിയാണ്. പിന്നെ എന്താണ്, ആട്ടവും കാണാൻ താളി ഓടിക്കുക എന്ന് പറയുന്നത് പോലെ രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ബി.ജെ.പിക്ക് അനുകൂലമായി കാട്ടാക്കടയും ആറ്റിങ്ങലും കഴക്കൂട്ടവും നെയ്യാറ്റിങ്കരയും പാറശാലയും നേമവും ഒക്കെ വാമനപുരവും ഒക്കെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ? അങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നെങ്കിൽ ഈ 100 വാർഡിലോ 101 വാർഡിലോ മാത്രം നിന്നാൽ പോരാ, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു നല്ല സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകുന്നുണ്ട്. എന്താ സാധ്യത എന്ന് പറഞ്ഞാൽ, ഈ ടൗൺ വളരെ കൺജഷൻ ആയതുകൊണ്ടും ഇനി ഒരുപാട് അങ്ങോട്ട് വികസിപ്പിക്കാനുള്ള സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ടും സാറ്റലൈറ്റ് സിറ്റികൾ വികസിപ്പിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിൽ അമൃതിൻ്റെ പൈസ തന്നുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് സിറ്റികൾക്ക് പൈസ കൊടുക്കാൻ പറ്റും. നോയിഡ, ഇപ്പം ഡൽഹിയിൽ നോയിഡ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സാറ്റലൈറ്റ് സിറ്റികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാട്ടാക്കട, തിരുവനന്തപുരത്ത് നിന്നുള്ള കാട്ടാക്കടയെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആക്കിയാൽ നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട പ്രദേശത്തിന് കാട്ടാക്കടയാണ് സാറ്റലൈറ്റ് സിറ്റി. അതുപോലെ തന്നെ പിന്നെ നെടുമങ്ങാട്, വാമനപുരം ഭാഗത്തിനുള്ളവരെ കണക്കാക്കി, കിളിമാനൂരിൻ്റെ പകുതിയൊക്കെ കൂടെ കണക്കാക്കിയിട്ട് നെടുമങ്ങാട് സാറ്റലൈറ്റ് സിറ്റി, ആറ്റിങ്ങലും കഴക്കൂട്ടം ഭാഗമെല്ലാം കണക്കാക്കി, ചിറയൻകിഴൊക്കെ കൂടെ കണക്കാക്കി അവിടെ ഒരു സാറ്റലൈറ്റ് സിറ്റി. ഇങ്ങനെ 3-4 സാറ്റലൈറ്റ് സിറ്റികൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുകൊണ്ട് തിരുവനന്തപുരം നഗരവും വികസിപ്പിച്ചതാവും. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയുണ്ട്, വളരെ വലിയ സാധ്യതയാണ്, വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയുണ്ട്. ഇതും മുതലാക്കാനുള്ള ഒരു രീതി, അങ്ങനെ തിരുവനന്തപുരം ജില്ലയെ പൊളിറ്റിക്കലി കൈകാര്യം ചെയ്യാനുള്ള ഒരു വലിയ മൂവ് ചിലപ്പോൾ നാളെ നടന്നേക്കാം. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി, പട്ടിയെ പിടിക്കുന്ന പരിപാടി, നായ്ക്കളെ പിടിക്കുന്ന പരിപാടി ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ പല സ്ഥലങ്ങളിലും നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റി കഴിഞ്ഞു. ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയാണ് സമ്പൂർണമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഇൻഡോർ മാതൃകയിൽ മാലിന്യ സംസ്കരണ കോൺക്ലേവ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്. നാഷണൽ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി സ്വച്ഛ ഭാരത് മിഷന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അവിടെ നാഷണൽ എൻക്ലേവ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭാരത് എൻക്ലേവ് ഓൺ വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കോർപ്പറേഷനിലേക്ക് ആ പൈസ മാറും. സ്റ്റേറ്റ് വഴി ആ കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ കോൺക്ലേവ് നടത്താൻ പറ്റും. അതുപോലെ കേന്ദ്ര നഗരാസൂത്രണ വകുപ്പിന് ഒരുപാട് പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ടൂറിസം വകുപ്പിന് കുറേ പ്രോജക്റ്റുകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ പുരാവസ്തു വകുപ്പിന് കുറേ, ഇപ്പോൾ നമ്മുടെ നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം, അല്ല നെയ്യാറ്റിങ്കരയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവും അതുമായി അമ്മച്ചിപ്പിലാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വർക്കല ചുരം തുരപ്പ്, അതുപോലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ കാന്തള്ളൂർ ശാല, വിഴിഞ്ഞം കാന്തള്ളൂർ ശാല, ഇങ്ങനെ വളരെ പൈതൃകപരമായിട്ടുള്ള ആറ്റിങ്ങൽ കൊട്ടാരം, കുറേ കാര്യങ്ങളുണ്ട്. ഇതിനുള്ള പണം കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിയും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് വിഴിഞ്ഞത്തിന് ആവശ്യമുള്ള പൈസ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിന്റെ പിന്നെ കുടിവെള്ള മന്ത്രാലയത്തിൽ നിന്ന്
സമ്പൂർണ്ണമായ കുടിവെള്ള പദ്ധതിക്കുള്ള പ്രത്യേക പദ്ധതി തിരുവനന്തപുരത്തിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നദീ ശുചീകരണത്തിന് വേണ്ടി ഗംഗാ മാതൃകയിൽ പണം കൊടുക്കാൻ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് തന്നെ വിവിധ വകുപ്പുകൾ വിചാരിച്ചാൽ ധാരാളം പണം ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന് കൃത്യമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി മുകളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയായിരിക്കും പൈസ വരുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നാലും പർട്ടിക്കുലർ പദ്ധതിക്ക് പോകുന്ന പൈസ ആയതുകൊണ്ട് അത് കൃത്യമായി ഡിപ്പാർട്ട്മെന്റിനും നഗരസഭയ്ക്കുമൊക്കെ ആ പണം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു സംവിധാനം. ഇനി അതോ അല്ല തിരുവനന്തപുരം ക്യാപിറ്റൽ മെട്രോപൊളിറ്റൻ സിറ്റി ഈ കോർപ്പറേഷൻ പോലെ ഒരു സംവിധാനം തന്നെ, പുതിയൊരു സംവിധാനം തന്നെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുമോ എന്നറിയില്ല. നാളെയാണ് അതിൻ്റെ മാജിക് പൊട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെപ്പ് തുറക്കുന്ന നാളെയാണ് നരേന്ദ്രമോദി. ഇനി തിരുവനന്തപുരം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോർപ്പറേഷൻ തന്നെ വരികയും ഒരു ഡെവലപ്മെന്റൽ കോർപ്പറേഷൻ വരികയും അതിലേക്ക് പണം പമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നും നമുക്കറിയത്തില്ല. തിരുവനന്തപുരത്ത് അതീവ ഗുരുതരമായ കുറെ അധികം പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ജനങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായി പരിഹരിക്കുന്നതിനുള്ള ഒരു ബഹുജന സഹായത്തോട് കൂടിയിട്ടുള്ള വലിയൊരു വൻപിച്ച പദ്ധതി ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചത്, ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിച്ചതുപോലെ, അവിടെ സംതൃപ്തിയുടെ ക്യാൻറ്റീൻ നേരത്തെ ഉള്ളതുപോലെ, കുടുംബശ്രീ ക്യാൻറ്റീനൊക്കെ ഉള്ളതുപോലെ, ഇവിടെ പുതിയ പേരിൽ ക്യാൻറ്റീനുകൾ വരുമോ, ഭക്ഷണശാലകൾ വരുമോ, വാഷ്റൂമുകൾ വളരെ കൃത്യമായി വാഷ്റൂമുകൾ വരുമോ, അതായത് പിന്നെ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരം. അതുപോലെ പൈതൃക പ്രദേശമാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൂജപ്പുര. കൃത്യമായി നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടൂറിസം, വേളിയും ആക്കുളവും കോവളവും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ടൂറിസ സാധ്യതയുണ്ട്. ആ ടൂറിസ സാധ്യത മുന്നോട്ട് കൊണ്ടുപോകുമോ? സ്പിരിച്വൽ ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്, ഹെൽത്ത് ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഹെറിഡിറ്ററി പുരാവസ്തുക്കളുടെ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്ന സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വലിയ സാധ്യതയാണ് തിരുവനന്തപുരത്ത് കിടക്കുന്നത്. 1 to 1 ഓരോ വീടുകളിലും ജോലി കൊടുക്കാൻ കഴിയുന്ന, റാ മെറ്റീരിയൽ വീട്ടിലെത്തിച്ച് ജോലി കൊടുത്ത് അവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സാധനങ്ങൾ തിരിച്ചെടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് റാ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം കൊണ്ടുവരുമെന്നാണ് മേയർ രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പാക്കേജായി മാറുമോ? വളരെ കൃത്യമായ ഒരു പാക്കേജ് ഉണ്ടാകുമോ? നാളെ മോദി വന്ന് ഇതൊക്കെ ചർച്ച ചെയ്തൊരു പ്ലാനൊക്കെ വച്ചതിന് ശേഷം ഇവർ ഈ പറഞ്ഞ പോലെ കോൺക്ലേവുകളും സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി വളരെ കൃത്യമായ തിരുവനന്തപുരം ഡെവലപ്മെന്റൽ മാസ്റ്റർ പ്ലാൻ ഇവർ ഉണ്ടാക്കുമോ? ജനങ്ങളുടെ സഹായത്താൽ ഉണ്ടാക്കുമോ? അങ്ങനെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് സാറ്റലൈറ്റ് ടൗണുകൾ കൂടി വരികയാണെങ്കിൽ, സാറ്റലൈറ്റ് പട്ടണങ്ങൾ കൂടി വരികയാണെങ്കിൽ വലിയ ഹൈപ്പായിരിക്കും കേരളത്തിൽ BJP ഉണ്ടാക്കുന്നത്. അതൊരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിശാസൂചിക തന്നെയായിരിക്കും. വികസിത കേരളത്തിൻ്റെ ആദ്യ പതിപ്പ് വികസിത തിരുവനന്തപുരം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വികസിത തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 101 വാർഡുകളിൽ മാത്രം നിൽക്കില്ല, തിരുവനന്തപുരം ജില്ലയാകെ വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിലൂടെ തലസ്ഥാനം പിടിച്ചുകൊണ്ട് വാലിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുക എന്നുള്ളതാണ് BJP ഇപ്പോൾ ഇട്ടിരിക്കുന്ന പദ്ധതി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാളെ മോദി വന്നിട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായി നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും.